ആത്മവിദ്യാലയമേ, ആത്മവിദ്യാലയമേ, അവനിയിൽ ആത്മവിദ്യാലയമേ. ഈ പാട്ട് ഏകദേശം എല്ലാവരും ഈ പാട്ട് കേട്ട് കാണും. ആരെങ്കിലും ഈ പാട്ട് ഇതുവരെ കേട്ടില്ലെങ്കിൽ ദയവായി ഈ പാട്ട് കേൾക്കണം, പല പ്രാവശ്യം കേൾക്കണം. ആത്മവിദ്യാലയമേ എന്ന ആഴമുള്ള ആത്മീയ വിളിയാണ് ഈ പാട്ട് മുഴുവനും. ഈ ഭൂമിയെ തന്നെ ഒരു ആത്മവിദ്യാലയമായി കാണുന്ന ദർശനമാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. നാം ജീവിക്കുന്ന ഈ ലോകം ഒരു വ്യാപാരശാലയല്ല, ഒരു മത്സരവേദിയുമല്ല, മറിച്ച് ആത്മാവിനെ തിരിച്ചറിയാനുള്ള പഠനശാലയാണ്. അഴിനിലയില്ല ജീവിതമെല്ലാം ആറടി മണ്ണിൽ നീറിയൊടുങ്ങും എന്ന വരികൾ നമ്മെ അത്യന്തം ശക്തമായി ഉണർത്തുന്നു. നാം പണിതുയർത്തുന്ന വീടുകളും നാം സമ്പാദിക്കുന്ന സമ്പത്തും നാം സൃഷ്ടിക്കുന്ന പ്രശസ്തിയും എല്ലാം ഒരു ദിവസം അവസാനിക്കും. ശരീരമോ ആറടി മണ്ണിൽ ലയിക്കും. അതുകൊണ്ട് ശരീരത്തെ മാത്രം ആശ്രയിച്ച ജീവിതം ഒരിക്കലും പരിപൂർണമല്ല. തിലകം ചാർത്തി ചികിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ, തിലകം ചാർത്തി ചികിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ. നാം ദിവസേന അലങ്കരിക്കുന്ന ഈ ശരീരം, പ്രത്യേകിച്ച് ഈ തല, നമ്മുടെ ബുദ്ധിയുടെയും അഹങ്കാരത്തിൻ്റെയും ആധാരം, ഒടുവിൽ വിലപിടിയാത്തൊരു തലയോടായി മാറും. ലോകം കീഴടക്കാൻ ശ്രമിച്ച ബുദ്ധി പോലും മൗനമായി തീരും. ഇവിടെ അഹങ്കാരത്തിൻ്റെ ശൂന്യതയാണ് തെളിവാകുന്നത്. മൂന്നാം ഭാഗം നമ്മെ സമത്വത്തിൻ്റെ മഹാസത്യത്തിലേക്ക് നയിക്കുന്നു. ഇല്ല ജാതികൾ വേദവിചാരം, ഇവിടെ പൂക്കവർ ഒരു കൈചാരം. ഇല്ല ജാതികൾ വേദവിചാരം, ഇവിടെ പൂത്തവർ ഒരു കൈചാരം. മരണത്തിൻ്റെ മുന്നിൽ ജാതിയില്ല, മതമില്ല, ധനമില്ല, അധികാരമില്ല. രാജാവായാലും യാചകനായാലും വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ. അവസാനം എല്ലാം ചാരമാണ്. കാരണം വന്നിടുമൊടുവിൽ വൻചിത, ചിതകളുടെ നടുവിൽ. എന്താണ് ചിത? അവസാനത്തെ മരണപ്പെട്ട് അവർക്ക് അന്തിമ കർമ്മങ്ങൾ ചെയ്യുന്ന ആ ചുടലക്കാട്, ആ ചുടുകാട്. അവിടെയാണ് ആരായാലും, രാജാവായാലും യാചകനായാലും വന്നിടുമൊടുവിൽ ആ വൻചിതയുടെ നടുവിൽ. അവസാനം എല്ലാം ചാരമാണ്. അതുകൊണ്ട് ഈ ഗാനം നമ്മോട് ചോദിക്കുന്നു, എങ്കിൽ നാം എന്തിനാണ് ജീവിക്കുന്നത്? അഹങ്കാരത്തിനായോ, സമ്പത്തിനായോ, അല്ലെങ്കിൽ പദവിക്കായിട്ടാണോ? ഇല്ല, ഈ ജീവിതം ആത്മജ്ഞാനം നേടാനുള്ള അവസരമാണ്. ഈ ഭൂമി ഒരു ആത്മവിദ്യാലയമാണ്. ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് സ്നേഹമാണ്, കരുണയാണ്, സമത്വമാണ്, നിത്യസത്യമാണ്. ശരീരം നശ്വരമാണ്, ആത്മാവ് അനശ്വരമാണ്, നിത്യമാണ്. പേരും രൂപവും മാറും, പക്ഷേ സാക്ഷിയായുള്ള ആത്മചൈതന്യം നിലനിൽക്കും. അതുകൊണ്ട് നാം ഓരോ ദിവസവും ഈ ആത്മവിദ്യാലയത്തിൽ ഒരു വിദ്യാർത്ഥിയെപ്പോലെ ജീവിക്കണം. അഹങ്കാരം കുറയ്ക്കണം, സ്നേഹം വളർത്തണം, ഭേദബുദ്ധി ഉപേക്ഷിക്കണം, അന്തരാത്മാവിനെ തിരിച്ചറിയണം. അപ്പോൾ മാത്രമേ ഈ ജന്മം വിജയകരമാകൂ. അപ്പോൾ മാത്രമേ ഈ ആത്മവിദ്യാലയത്തിലെ പഠനം പൂർത്തിയാകൂ. ആത്മവിദ്യാലയമേ, അവനിയിൽ ആത്മവിദ്യാലയമേ. ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ച ഈ അപൂർവ അവസരം ആത്മജ്ഞാനമായി മാറ്റാൻ നാം തയ്യാറാകാം.
ആശംസകൾ. സ്നേഹം.